ഇതൊരു കുട്ടികളി മാത്രമല്ല, കൊല്ലങ്കോട് ഗ്രാമത്തിലെ 2 തറവാടുകൾ തമ്മിൽ തലമുറകളായി നിലനിൽക്കുന്ന കിടമത്സരം കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഗ്രാമത്തിന്റെ ഐശ്വര്യവും സമൃദ്ധിയുമാണ് കൊല്ലങ്കോട്ട് ദേവിയുടെ മഹോത്സവം. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഈ ഉത്സവം ഈ തിരുമുറ്റത്ത് കൊണ്ടാടാൻ വാശിയും വൈരാഗ്യവും മറന്ന് ഈ നാട്ടിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് പുതിയടക്കാരും കുന്നത്തുകാരും ഒറ്റക്കെട്ടായി ഒന്നിച്ചു നിൽക്കണമെന്ന് കൊല്ലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. ഉത്സവത്തിന്റെ കാർമികത്വം പുതിയറക്കാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. സമ്പത്തിലും തറവാടിത്വത്തിലും മുന്നിട്ട് നിൽക്കുന്ന ഞങ്ങൾക്ക് അത് വിട്ടുതരണം. മുതുമുത്തശ്ശിമാരുടെ വായ്ത്താരിയിലും കൊയ്ത്തുപാട്ടിലുമെല്ലാം ഞങ്ങൾ കുന്നത്തുകാർ ഉത്സവം നടത്തിയത് കഥകൾ കേട്ടിട്ടില്ലേ? തലമുറകളായി ഞങ്ങൾക്ക് അർഹതപ്പെട്ട കാർമികത്വം വിട്ടുതരാൻ ഞങ്ങൾ തയ്യാറല്ല. പുതിയറക്കാരുടെ ഉത്സവേ അരഷ്ടിച്ച് 4 ശമ്പളം വാങ്ങുന്ന പാവം വാദ്യാരുടെ ദരിദ്രോത്സവം പോലെയല്ലെന്ന് ഈ നാട് പലവട്ടം കണ്ടറിഞ്ഞതാ. അക്ഷരം പറഞ്ഞു കൊടുക്കുന്നവന്റെ അന്തസ്സും മഹിമയും ദേവിയുടെ അനുഗ്രഹമൊന്നും ഈ കള്ളും കഞ്ചാവും വിറ്റ് പണം ഉണ്ടാക്കുന്നവനൊന്നും കിട്ടില്ല. പ്രസിഡന്റ്, ദേവി കാണിയില്ല. സൂക്ഷിച്ച് സംസാരിക്കണം. പണ്ടൊരിക്കൽ നീ പുതിയറക്കാരുടെ മുന്നിൽ നാവാടിയതിന്റെ പരിണത ഫല നിന്റെ ഈ കാലുവാട്ടിയുള്ള നടപ്പ്. വാൾപ്പയറ്റാകുന്നതിന് മുമ്പ് ഞാനൊരു നിർദ്ദേശം വെക്കാം. അതുപോലെ ദേവി തീരുമാനിക്കട്ടെ ആര് ഉത്സവം നടത്തണമെന്ന്. ഉത്സവത്തിന്റെ കാർമ്മികത്വം വഹിക്കാൻ ഏതെങ്കിലും ഒരു തറവാട്ടിലെ നക്ഷത്ര ഗുണമുള്ള പുരുഷന് മാത്രമേ അർഹതയുള്ളൂ. ദേവിയുടെ മനസ്സറിയണം. ദേവി മഹാമായേ, പ്രാർത്ഥിച്ചോളുക. ലക്ഷണങ്ങളും പൊരുത്തങ്ങളും അനുസരിച്ച് ദേവിയുടെ ഉടവാളെടുക്കുവാനും പൂർണ്ണവും പോടക്കുവാനുള്ള യോഗം ദേവീഹിതത്താൽ കുന്നത്തെ വീട്ടിൽ മാധവൻ നായർക്കാണ്. ദിവാകരേട്ടാ, ഇനി വെറുതെ വഴിക്കിനും മക്കാണത്തിനൊന്നും പോവാൻ നിൽക്കണ്ട. ദേവി സമീപം ഇവിടെ ഇല്ലെന്ന് കരുതിയാൽ മതി. നീ ഇതെന്തറിഞ്ഞിട്ടേ പറഞ്ഞേ? ഈ ഒടവാൾ എടുക്കാനോ പൂർണ്ണകുംഭം അടയ്ക്കാനുള്ള ബൂതി കൊണ്ടല്ല ഈ അച്യുതൻ നായർ ഇതിന് വാശി പിടിക്കണേ. വന്നു കയറിയ പെണ്ണായ നിനക്കിതൊന്നും അറിയില്ല. ഉത്സവം നടത്തിയിട്ടാ പഴയ ഇല്ലങ്ങളും തറവാടുകളൊക്കെ നശിച്ചത്. എന്നാലേ പുതിയറക്കാര് പണം ഉണ്ടാക്കിയത് ഉത്സവം നടത്തിയിട്ടാ. ഈ അമ്പലത്തിലെ ഭണ്ഡാരത്തിൽ വന്നു വീഴുന്ന കണക്കില്ലാത്ത പണത്തിനൊപ്പം സ്വർണവും രത്നവും ഒക്കെ ധാരാളം ഉണ്ടാവും. വന്നു വീണ എടുത്തോളം ദേവി തോന്നിപ്പിക്കും, ഞങ്ങൾ ചെയ്യും. മനസ്സിലായോ? അപ്പോ അച്ഛാ, കുന്നത്ത് മാധവ മാഷ് ഇത്തവണ ഉത്സവം നടത്തില്ല. ആ SI രവീന്ദ്രനാഥ് ആണെങ്കിൽ 24 മണിക്കൂർ മാഷിന്റെ കൂടെ തന്നെയുണ്ട്. അല്ലെങ്കിൽ കൊത്തിയെടുത്തേനെ ഞാൻ അവന്റെ കയ്യും കാലും. എടാ, കൊത്താനാണെങ്കിൽ കഴുത്തിൽ തന്നെ കൊത്തണം. എല്ലാ തെളിവുകളും അതോടൊപ്പം നശിക്കുകയും വേണം. പുതിയറക്കാര് പോയിട്ട് പോയാ മതി കുന്നത്തുകാര്. എന്നാ പിന്നെ പുതിയറക്കാര് തന്നെ ആദ്യം പോ. പോയി നിന്റെ അച്ഛനെ നല്ലോണം കണ്ടോ? ഉത്സവം കഴിഞ്ഞാ പിന്നെ നിനക്ക് അയാളെ ജീവനോടെ കാണാൻ പറ്റില്ല. തല്ലാൻ വരുന്നവനെ തല്ലണം, കൊല്ലാൻ വരുന്നവനെ കൊല്ലണം. കേട്ടോ, ഇവ നമ്മുടെ അച്ഛനെ കൊല്ലൂന്ന് പറഞ്ഞു. നീ നോക്കിക്കോ, ഉത്സവം ഞങ്ങൾ കലക്കും. ഉത്സവം കലക്കുക, അന്ന് നിന്റെ ശവ ഈ നാട്ടുകാർ കാണും. കൃഷ്ണ, നോക്ക്.
എന്താ കുട്ടി നീ കാണിച്ചേ? നിങ്ങൾ ആൾക്കാരെങ്കിലും കണ്ടാ നിന്റെ കൊന്നുകളയും. എങ്ങോട്ടെങ്കിലും വാ. കൃഷ്ണ ഒന്ന് കെടുത്തു നോക്ക്. ആൾക്കാരെ വിളിക്കേ. ഞാൻ പറഞ്ഞിട്ട് അവിടെ കിടക്കില്ല. കയ്യബദ്ധം പറ്റിയല്ലോ നമ്മുടെ മാഷിന്. ഇല്ല കൃഷ്ണമ്മേ, എന്റെ അച്ഛൻ അറിഞ്ഞോണ്ടല്ലോ. ഇത് പുറത്തറിഞ്ഞ എന്റെ അച്ഛൻ പിന്നെ ജീവിച്ചിരിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. അച്ഛനല്ല, ഞാനാ ഇത് ചെയ്തത്. കൃഷ്ണ എന്താ ഇവിടെ? ചേട്ടാ അച്ഛാ എന്താടാ അറിഞ്ഞോ? കുന്നത്തെ ചെക്കന്റെ ശിക്ഷ ഇന്ന് തീരുകയെന്ന്. അവനെ നാളെ വിട്ടയക്കുമെന്ന്. ദിവാര 5 വർഷത്തെ കാത്തിരിപ്പ. അവൻ ഈ മണ്ണ് കാലുകുത്തും മുമ്പ് തീർക്കണം, തീർത്ത് കളഞ്ഞേക്കണം. എന്തിനാ മാഷ ഇത്രയും വാശി? നമ്മുടെ കുട്ടിയല്ലേ. ഒരു തവണ പോലും മാഷ് കാണാൻ ചെല്ലാത്തതിൽ പരിഭവമുണ്ടവന്. കൂട്ടിക്കൊണ്ടുവരാനെങ്കിലും മാഷ് പോണം. പിന്നെ ചെന്ന് കൂട്ടിക്കൊണ്ടുവരാൻ അവനവിടെ IAS പഠിക്കല്ലേ. നാട്ടിലെ കുട്ടികൾക്ക് നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കുന്ന മാധവ മാഷ മോൻ പഠിക്കുന്നത് ദുർഗുണ പരിഹാര പാഠശാലയിൽ. എനിക്കൊന്നേ പറയാനുള്ളൂ, കഴിഞ്ഞതെല്ലാം മറക്കണം. അവനെ വീണ്ടും നല്ലൊരു ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ഏതായാലും ഞാൻ നാളെ ടൗണിലേക്ക് പോകുന്നുണ്ട്. ഞാൻ അവനെ ഇങ്ങോട്ട് കയറ്റിവിടും. ബാക്കിയെല്ലാം മാഷിന്റെ ഇഷ്ടം. അമ്മ അമ്മ എനിക്ക് ഏട്ടനെ കാണണം. കൊല്ലങ്ങോട് ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. കഴിഞ്ഞതൊക്കെ മറക്കാം. ഞങ്ങളുടെ ഗോപിയുടെ ചോര വീണ ഈ മണ്ണിൽ നിന്നെ കൊത്തി നുറുക്കി കുഴിച്ചു മൂടിയതിനു ശേഷം മാത്രം. ഒന്നും പറയണ്ട. അന്ന് നിനക്ക് പറ്റിയതൊരു കയ്യബദ്ധമായിട്ടേ ഞാൻ കരുതിയുള്ളൂ. ഇപ്പൊ നീ 18 അടവും പഠിച്ച തെമ്മാടിയായിട്ടാ തിരിച്ചു വന്നിരിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. സന്തോഷത്തോടെ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നവനാ ഞാൻ. 5 കൊല്ലം കണ്ണീരും പ്രാർത്ഥനയുമായി കഴിച്ചുകൂട്ടിയ നിന്റെ അമ്മ വീട്ടിൽ കാത്തിരിക്കുക നല്ലവനായിട്ട് തിരിച്ചു വരുന്ന മോനെ കാണാൻ. എല്ലാം നശിപ്പിച്ചില്ലേ നീ? പൊയ്ക്കോ, എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ. മാഷെ എന്തായി പറയുന്നേ? അവൻ ഇനി എങ്ങോട്ട് പോകാനാ? എനിക്ക് വേണ്ട.
ഇവനെയെങ്കിലും നന്നായിട്ട് വളർത്തിയാ കൊള്ളാവുന്നുണ്ട് എനിക്ക്. നിന്നെ കണ്ട് വളർന്നാൽ ഇവനെയും ഞങ്ങൾക്ക് നഷ്ടപ്പെടും. എവിടെയെങ്കിലും പോയി തൊലയടാ. അങ്ങനെയാണെങ്കിൽ എനിക്കും ചിലതൊക്കെ പറയാനുണ്ട്. കൃഷ്ണമമ്മേ, കൃഷ്ണ വാ ഇങ്ങോട്ട്. தம்பி டீ. என்னடி பாத்துக்கிட்டு இருக்க? துட்ட போடுறி. ஏய் பார்த்தா இவ்வளவு டீசெண்டா இருக்க, அப்புறம் ஏன்டா பிச்சை எடுக்கிற? கிளவி, இது பிச்சை இல்லடி, கலெக்ஷன் கலெக்ஷன். இந்த மார்க்கெட்டுக்கே தலை எங்க அண்ணன் முருகன்டி, கிங்கு முருகன். டேய், இந்த மார்க்கெட்டுக்கும் மதுரைக்கும் ஒரே ஒரு ராசா தான், அது மணி அண்ணன் தான். மணி அண்ணன் மட்டும் தானா? மணியண்ணா மணியண்ணன் யாருல அந்த மணியண்ணன்? ஆம்பளை இருந்தா வர சொல்லடி. ஓடி. டேய் பாரு, மணி அண்ணன் வந்தாச்சு. இந்த ஊர் ராஜா வந்தாச்சுடா. குழந்தை பாத்துக்க. அநியாயம் எங்க நடக்குதோ அங்க இந்த மணி இருப்பான். உங்களை மாதிரி அநியாயம் செய்யறவங்களை இங்க மட்டும் இல்ல, உலகத்துல எங்கேயும் இருக்க விட மாட்டான். கண்ணா ரொம்ப கெட்டிக்காரன், தைரியசாலி. വേറെണ്ണ എനിക്ക് കാശ് വേണ്ട. വേറെണ്ണ വേണം. ഒരു ജോലി തന്നാ മതി. നീ എന്ത് ജോലി ചെയ്യും? എന്തും ചെയ്യും. ഇന്നയിലിருந்து നീ എനക്ക് ഇല്ല, இந்த மதுரைக்கே சொந்தம். എന്താണ് എന്റെ പേര്? രാജ. பார்த்தாலே தெரியுதுல்ல, சிங்க குட்டி. இனிமே நீ வெறு ராஜா இல்ல, போக்கிரி ராஜா. സമ്മതിക്കരുത് മക്കളെ, സമ്മതിക്കരുത്. ഈ ഉത്സവം കുന്നത്തുകാർ ആഘോഷിച്ചാൽ അത് മരിച്ചുപോയ എന്റെ പേരക്കുട്ടിയുടെ ആത്മാവ് പോലും പൊറുക്കില്ല. അതെ, പുതിയറക്കാരുടെ അന്തസ്സും ആഭിജാത്യവും എന്നും ഈ മണ്ണിൽ നിലനിൽക്കണമെങ്കിൽ ഉത്സവം മുടങ്ങണം, നമ്മൾ മുടക്കണം. ജനങ്ങൾ മുഴുവൻ ആവേശത്തിമിർപ്പില്ല. ഉത്സവം മുടക്കാന്ന് വെച്ചാ അത്ര എളുപ്പമല്ല. ദേവിയുടെ അഭീഷ്ടമനുസരിച്ച് കാർമ്മികത്വത്തിന് യോഗം സിദ്ധിച്ച സൂര്യനാരായണൻ തന്നെ ഈ ഭൂലോകത്ത് നിന്ന് ഇല്ലാതെ പോയാലോ? ഒരിക്കലും ഉത്സവം നമ്മളിൽ നിന്ന് കൈവിട്ടു പോകാതിരിക്കാൻ സ്വന്തം ജീവൻ വരെ ബലിയർപ്പിച്ച നമ്മുടെ ഗോപിയുടെ കണക്ക് തീർക്കാൻ ഭഗവതി തന്നെ ഒരുക്കി തന്ന അവസരമാണിത്. ഗോപിയുടെ ചോരയ്ക്ക് പകരം സൂര്യനാരായണന്റെ ചോര ഈ കൊല്ലംകൂട്ട് മണ്ണിൽ വീഴണം. ഗോപി മരിച്ച ദിവസം തന്നെയാ ക്ഷേത്രത്തിൽ പൂർണ്ണകുംഭം മുടക്കേണ്ടതും ആഘോഷങ്ങളുടെ പൊടിപൂരങ്ങൾക്ക് തുടക്കം കുറിക്കേണ്ടതും. ഗോപിയുടെ ബലിദാനത്തിന്റെ പേരിൽ അന്ന് നമ്മളിവിടെ ഹർത്താൽ ആചരിക്കും. വാഹനങ്ങൾ തല്ലിപ്പൊട്ടിച്ചും കടകമ്പോളങ്ങൾ അടിച്ചു തകർത്തും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കും. അവിടേക്ക് നീ അവനെ വരുത്തണം, ഒറ്റയ്ക്ക്. ബാക്കി സൂര്യ എവിടെ? ഈ ജനങ്ങൾ മൊത്തം കാത്തു നിൽക്കുന്നത് അവനെ കാണാനല്ലേ? ടൗണിലാകെ ബഹളമാണെന്ന്. എന്താ കാര്യം? ആ പുതിയറക്കാരുടെ കുട്ടിയുടെ ചോര വീണ ദിവസമാണത്ര ഇന്ന്. അതുകൊണ്ട് ഉത്സവം ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു വിഭാഗം ഹർത്താൽ എന്ന് പറഞ്ഞ് അവിടെ ബഹളം ഉണ്ടാക്കുക. ദേവി, സൂര്യ ടൗണിലേക്കാണല്ലോ പോയിരിക്കുന്നത്. ഈശ്വര, ടൗൺ മുഴുവൻ രാഘവന്റെ ഗുണ്ടകൾ വളഞ്ഞിരിക്കെ. സൂര്യയാണ് അവരുടെ ലക്ഷ്യം. അവരെന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കുമോ? അവനെ ഓർത്തല്ല എന്റെ പേടി. അവനെ തല്ലാൻ പോയ ഗുണ്ടകളല്ലേ, അവരുടെ കാര്യം ഓർത്ത.
പുതിയറക്കാരോട് പോയി പറഞ്ഞേക്ക് അടുത്ത തവണ സൂര്യയെ തല്ലാൻ ആളെ വിടുമ്പോ പുറകെ ഒരു ആംബുലൻസും കൂടി വിടണമെന്ന്.